പച്ച ഖുർആനിന്റെ പേരിൽ പച്ചക്കളവലിടോ അദ്ദേഹം പറഞ്ഞു. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത് ജിന്ന് പിശാചുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി അവിടെ കൊടുത്തിട്ടേ ഇല്ല, അള്ളാഹ് പറഞ്ഞിട്ടേ ഇല്ല എന്ന്. പിന്നെ ആരാ പറഞ്ഞത്? ഖുർത്തുബി ഇമാമിന്റെ ഒരു അഭിപ്രായം. സൂറത്ത് ഫാത്തിർ 14 എന്തിനാന്നാ പറഞ്ഞത് അദ്ദേഹം? അത് വിഗ്രഹങ്ങളെ വിളിച്ച് തേടുന്ന പച്ച ഖുറാഫിയുടെ വാതിലിടത്. അത് മരിച്ചുപോയവരുടെ വിഗ്രഹങ്ങൾ വെച്ച് അവരോട് തേടുന്ന ആളുകളെ പറ്റിയാണ് അള്ളാഹ് പറഞ്ഞത്. അള്ളാഹ് അവിടെ ജിന്നിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യം ചോദിക്കാൻ ഉള്ളവർക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം എൻ്റെ ഒരു ചോദ്യമാണ്, പരിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും ജിന്ന് പിശാചുക്കളോട് മനുഷ്യരായ നമ്മൾ സഹായം തേടിയാൽ അത് ഷിർക്കാണ് എന്ന് പറയുന്ന വല്ല ആയത്തും പരിശുദ്ധ ഖുർആനിലുണ്ടോ? സിമ്പിളാണ് ചോദ്യം. ഏത് വിസ്ഡം പ്രവർത്തകർക്കും നേതാക്കൾക്കും മറുപടി പറയാം. റഷീദ് സാഹിബിന്റെ ചോദ്യം, ജിന്ന് മലക്ക് പിശാചുക്കളോട് സഹായാർത്ഥന നടത്തിയാൽ അത് ശിർക്കാണെന്ന് ഖുർആനിൽ ഉണ്ടോ എന്നാണ്. തീർച്ചയായും ഉണ്ട്. സൂറത്തുൽ ഫാത്തിർ 14-ാമത്തെ ആയത്ത്, സൂറത്തുൽ ജിന്നിലെ ആയത്ത്, സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്ത്, വീണ്ടും ആയത്തുകളുണ്ട്. പക്ഷേ നമുക്ക് ഇതാണ് കൂടുതൽ സുപരിചിതമായ ആയത്തുകൾ. അപ്പോൾ നമുക്കിനി എന്താണ് ആയത്ത്? സൂറത്തുൽ ഫാത്തിർ 14-ാമത്തെ ആയത്ത് പറയാം. എല്ലാ മുജാഹിദുകൾക്കും അത് മനപ്പാഠമാണ്. അതുകൊണ്ടാണ് ആ ആയത്ത് ആദ്യം പറയുന്നത്. ഇൻ തദുഉഹും ലാ യസ്മഉ ദുആക്കും. നിങ്ങൾ അവരോട് സഹായാർത്ഥന നടത്തിയാൽ നിങ്ങളുടെ സഹായാർത്ഥന അവർ കേൾക്കുകയില്ല. അവർ എന്ന് പറയുന്നത് മക്കയിൽ അന്നുണ്ടായിരുന്ന മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ആരാധ്യന്മാരായ വിഗ്രഹങ്ങളെ സംബന്ധിച്ചാണ്. വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് മരിച്ചുപോയ ആളുകളുടെ, മരിച്ചുപോയ അവരുടെ ആരാധ്യന്മാരുടെ പ്രതിരൂപങ്ങളാണ്. മരിച്ചുപോയ ആളുകളുടെ രൂപം സ്ഥാപിച്ച് അതിൻ്റെ മുമ്പിൽ പോയിട്ട് വണങ്ങുകയും അതിനോട് കേണപേക്ഷിക്കുകയും ചെയ്യുന്നതിനെയാണ് ഖുർആനിൽ ഈ പറഞ്ഞ ഇസ്തിഗാസ എന്ന് പറയുന്നത്. പക്ഷേ ശേഷം അതിൻ്റെ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി ഒരു വാചകം ചേർക്കുന്നുണ്ട്. ഞാൻ സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് കൂടി ഉപകരിക്കണം എന്ന ഉദ്ദേശത്തിലാണ് വ്യക്തമായി വിശദീകരിച്ച് പറയുന്നത്. റഷീദിനോടാണെങ്കിൽ എനിക്ക് ഒറ്റ വാക്കിൽ മറുപടി പറയാം, പക്ഷെ അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ വോയിസുകൾ മുഴുവൻ കേൾക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അപ്പോൾ ഇൻ തദുഉഹും, അവരോട് നിങ്ങൾ സഹായാർത്ഥന നടത്തിയാൽ, ഇൻ തസ്തഗീസു ബിഹിം ഫിൻ നവാഇബി, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരോട് നിങ്ങൾ സഹായാർത്ഥന നടത്തിയാൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ സഹായാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി അവർ കേട്ടുവെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ, മസ്തജാബൂലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല. ഫലാ വയൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ, യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ അവർ നിഷേധിക്കും. ഫലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനെ പോലെ നിങ്ങൾക്ക് ഇത്രയും വ്യക്തമായി ആരും പറഞ്ഞു തരികയില്ല. ഇതാണ് ആയത്തിന് നേർക്ക് നേരെയുള്ള അർത്ഥം. ഇവിടെ ഇമാം ഖുർത്തുബി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരു വാചകം പറയുന്നുണ്ട്. സുമ്മ യജൂസു അൻ യർജിഅ ഹാദാ ഇലൽ മഅബൂദീന മിമ്മാ യഅഖിലു കൽ മലായികതി വൽ ജിന്നി വൽ അംബിയായി വശയാത്തീൻ വയുന്തരിജു ഫീഹി അൽ അസ്നാമ. എന്നിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട്. മുഴുവൻ വായിക്കാൻ സമയമില്ല, മാത്രമല്ല അതിൻ്റെ ആവശ്യവുമില്ല. നമ്മൾക്കിപ്പോൾ ഇവിടെ സാധാരണക്കാരോട് സംസാരിക്കുമ്പോൾ അങ്ങനെ വിശദമായിട്ട് ഇബാറത്ത് ഇടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഇൻ തസ്തഗീസു ബിഹിം ഫിൻ നവാഇബി, ഇൻ തദുഉഹും എന്ന് പറഞ്ഞാൽ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ എന്നാണ്. കണ്ടില്ലേ? അപ്പോൾ ദുആ എന്നതിന് ഇസ്തിഗാസ എന്നൊരു അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഇസ്തിആന എന്ന അർത്ഥവും ഉണ്ട്. ഇസ്തിആസ, ശരണതേട്ടം എന്ന അർത്ഥവും ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ചർച്ചയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. ഇതൊക്കെ ഖുർആനിലുണ്ട്. ജിന്നുകളോട് ശരണം തേടിയിരുന്നു എന്ന് ഖുർആനിലുണ്ട്, സൂറത്തുൽ ജിൻ 6-ാമത്തെ ആയത്ത്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയിൽ ഇസ്തിആന, അവിടെ ദുആക്ക് ഇസ്തിആന എന്ന് പറഞ്ഞത്. ഇവിടെ ദുആ എന്നതിന്
തഫ്സീർ പറയുന്നത് ഇസ്തിഗാസ എന്നാണ്. അപ്പൊ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എല്ലാ മുജാഹിദികൾക്കും അറിയാം. KNM ഒഴികെയുള്ള എല്ലാ മുജാഹിദികൾക്കും ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അറിയാം. എന്താണ് ഇസ്തിഗാസ? അടുത്ത വോയിസിൽ പറയാം. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഗുണം അള്ളാഹു അല്ലാത്തവരിൽ നിന്ന്, അതായത് അള്ളാഹുവിൽ നിന്ന് മാത്രം, എന്താണ് മുജാഹിദികളുടെ മുഖമുദ്രയായ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരു ഗുണം, അല്ലെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് മാത്രം തടുത്തു നിർത്താൻ കഴിയുന്ന ഒരു ദോഷം. അപ്പൊ ഗുണമോ ദോഷമോ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ഗുണമോ ദോഷമോ അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ പടപ്പുകളിൽ നിന്ന് അഭൗതികവും അദൃശ്യവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമായ മാർഗത്തിലൂടെ പ്രതീക്ഷിക്കുക. അതാണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ. തേടിയാൽ ഇസ്തിഗാസ പ്രവർത്തിച്ചു, ആ ദുആ പ്രവർത്തിച്ചു. വിശ്വസിച്ചാൽ വിശ്വാസത്തിൽ ശിർക്ക് വന്നു. അള്ളാഹു അല്ലാത്തവരോട് ഈ പറയുന്ന അർത്ഥത്തിലുള്ള ഇസ്തിഗാസ നടത്തിയാൽ ഗുണമോ ദോഷമോ അഭൗതികവും അദൃശ്യവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമായ മാർഗത്തിലൂടെ അള്ളാഹു അല്ലാത്ത പടപ്പുകളും അഭൗതികമായി സഹായിക്കും എന്ന വിശ്വാസം മനസ്സിൽ വന്നാൽ വിശ്വാസത്തിൽ ശിർക്ക് വന്നു. തേടിയാൽ ആ തേട്ടത്തിലും ശിർക്ക് വന്നു. അപ്പൊ പ്രവൃത്തിയിലും ശിർക്ക് വന്നു. ഇതാണ്. അപ്പൊ ഇതാണ് ഇസ്തിഗാസയാണ് ശിർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ജിന്ന്, പിശാജ്, മലക്കുകളോട് ഇസ്തിഗാസ നടത്തിയാൽ അത് പച്ച ശിർക്കാണ്. അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഇസ്തിഗാസ നടത്തുന്നത് പോലെ ജിന്നുകളോടും മലക്കുകളോടും പിശാചുക്കളോടും ഇസ്തിഗാസ നടത്തിയാൽ അത് മുകളിൽ പറഞ്ഞ ദുആയിലേക്ക് ചേർക്കപ്പെടാം. സുമ്മ യജൂസു അൻ യർജിഅ ഹാദ, അതിലേക്ക് മടക്കും, ദുആയിലേക്ക് മടക്കും. അഥവാ അന്ത്യനാളിൽ വെച്ച് നിഷേധിക്കും എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ആരോടൊക്കെയാണോ വിളിച്ച് സഹായം തേടിയത്, പ്രാർത്ഥന നടത്തിയത്, ഇസ്തിഗാസ നടത്തിയത്, അവരൊക്കെ അന്ത്യനാളിൽ വെച്ച് നിഷേധിക്കും. ആ നിഷേധിക്കുന്ന ആ ഇബാദത്തിലേക്ക് ഈ പറയുന്ന അമ്പിയാക്കളോട് ദുആ നടത്തിയാലും, അഥവാ ദുആയുടെ പരിധിയിൽ വരുന്ന സഹായാർത്ഥന ഇസ്തിഗാസ നടത്തിയാലും, ജിന്ന് പിശാചുക്കളോട് നടത്തിയാലും അവിടെ വെച്ച് നിഷേധിക്കും. അപ്പൊ ആ ദുആയാകുന്ന ശിർക്കിയായ ഇസ്തിഗാസയിലേക്ക് ഈ പറയുന്ന ജിന്നുകളോടും മലക്ക് പിശാചുക്കളോടും സഹായം തേടിയാൽ, ഇസ്തിഗാസ നടത്തിയാൽ ചേർക്കപ്പെടും. ശിർക്കാണ് എന്നർത്ഥം. ഇതാണ് താങ്കൾക്കുള്ള മറുപടി. അപ്പൊ ജിന്ന് പിശാചുക്കളോട് ഇസ്തിഗാസ നടത്തിയാൽ, ഇസ്തിഗാസ എന്ന് ഞാൻ നേരത്തെ വിശദമാക്കിയിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ സ്ട്രെസ് ചെയ്യണം, നിങ്ങൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എന്തിനി മറുപടി ചോദിക്കുമ്പോഴും മറുചോദ്യം ചോദിക്കുമ്പോഴും അതിൽ കേന്ദ്രീകരിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത്. അത് ഞാൻ പറയാൻ കാരണം എന്താണ്? ഇങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താണ്? നിങ്ങൾക്ക് KNM എന്ന വിഭാഗത്തിന് ഇസ്തിഗാസ അറിയില്ല, ദുആ അറിയില്ല, പ്രാർത്ഥന അറിയില്ല, സഹായാർത്ഥന അറിയില്ല, ശിർക്ക് അറിയില്ല, തൗഹീദ് അറിയില്ല. അപ്പൊ ഉടനെ നിങ്ങൾ അടുത്ത വോയിസിൽ പറയും, എങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ ആ ഉദാഹരണത്തിൽ ശിർക്കില്ലേ അബൂബക്കർ സാഹിബ് എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നത്, അത് അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ പറഞ്ഞ ഉദാഹരണത്തിൽ അഭൗതികതയില്ല, പ്രാർത്ഥനയില്ല, അതുകൊണ്ട് തന്നെ അത് ശിർക്കുമല്ല. അത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന് സമസ്തക്കാർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി, അഥവാ ഭൗതികവും അഭൗതികവും എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൊടുത്ത ഒരു ഉദാഹരണം മാത്രമാണ്. അല്ലാതെ ജിന്നുകളോട് വിളിച്ച് തേടാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ്, അഭൗതികമായ മാർഗത്തിലൂടെ. അപ്പോ ഇതാണ് താങ്കൾക്കുള്ള മറുപടി. ഇസ്തിഗാസ ശിർക്കാണ്. ഇസ്തിഗാസ ജിന്നിനോടായാലും മനുഷ്യനോടായാലും മലക്കിനോടായാലും ആരോടായിരുന്നാലും, അള്ളാഹു അല്ലാത്ത ഏത് പടപ്പിനോട് സഹായാർത്ഥന, ഇസ്തിഗാസയുടെ പരിധിയിൽ വരുന്ന സഹായാർത്ഥന നടത്തിയാൽ അത് ശിർക്കാണ് എന്നാണ് താങ്കൾക്കുള്ള മറുപടി. അതിന്റെ പ്രമാണമാണ് ഞാൻ സൂറത്തുൽ ഫാത്തിർ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത മറുപടി, അടുത്ത ചോദ്യവുമായി വരുമ്പോൾ ഈ മറുപടി കൃത്യമായിട്ട് ഓരോ അക്ഷരങ്ങളും നിങ്ങൾ ഹൃദിസ്ഥമാക്കിക്കൊണ്ടായിരിക്കണം എന്നോട് ചോദിക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.